Hi friends, welcome to my YouTube channel HMedia. ഈ വീഡിയോയിലൂടെ കൊറോണ മൾട്ടിമാപ്പ് യൂസ് ചെയ്തുകൊണ്ട് ഒരു റിയലിസ്റ്റിക് വുഡ് ഫ്ലോർ ക്രിയേറ്റ് ചെയ്യുന്നതിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഫ്ലോർ ജനറേറ്റർ യൂസ് ചെയ്തുകൊണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഏതൊരു വുഡൻ ഫ്ലോർ പാറ്റേണിലേക്കും ഈ ഒരു കൊറോണ മൾട്ടിമാപ്പ് യൂസ് ചെയ്യാവുന്നതാണ്. മൾട്ടിപ്പിൾ ടെക്സ്റ്റേഴ്സിനെ ലോഡ് ചെയ്ത് റാൻഡമായി പ്ലാങ്സുകളിലേക്ക് പ്ലേസ് ചെയ്യാൻ ഈ ഒരു കൊറോണ മൾട്ടിമാപ്പിലൂടെ സാധിക്കുന്നതാണ്. ഈ ഒരു കൊറോണ മൾട്ടിമാപ്പ് യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ ഒരു റിയലിസ്റ്റിക് ആയ വുഡൻ ഫ്ലോർ ക്രിയേറ്റ് ചെയ്യാമെന്ന് ഈ ഒരു വീഡിയോയിലൂടെ ചെക്ക് ചെയ്യാം. ഈ കാണുന്ന ഷെവറോൺ വുഡൻ ഫ്ലോറിലേക്കാണ് മൾട്ടിമാപ്പ് യൂസ് ചെയ്തുകൊണ്ട് ടെക്സ്ചറിങ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ കാണുന്ന ഈ മൾട്ടിപ്പിൾ ടെക്സ്റ്റേഴ്സ് ആണ് കൊറോണ മൾട്ടിമാപ്പ് യൂസ് ചെയ്തുകൊണ്ട് പ്ലേസ് ചെയ്യാൻ പോകുന്നത്. ഈ ടെക്സ്റ്റേഴ്സിന്റെ ലിങ്ക് HMediaയുടെ വാട്സ്ആപ്പ് ചാനലിൽ അവൈലബിൾ ആണ്. ഇത് ഡൗൺലോഡ് ചെയ്യുന്നതിനായി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്ത വാട്സ്ആപ്പ് ചാനൽ ലിങ്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഫോളോ ചെയ്ത് ഈ ടെക്സ്റ്റേഴ്സിനെ ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. ഇതിലൂടെ HMediaയിലൂടെ റിലീസ് ചെയ്യുന്ന ന്യൂ വീഡിയോസിനെ കുറിച്ച് അറിയാനും പ്രീമിയം 3D റിസോഴ്സ് ലഭിക്കുന്നതിന് വേണ്ടിയും കൂടാതെ ഇതിലൂടെ HMediaയുടെ ക്രിയേറ്റീവ് ജേർണിയുടെ ഭാഗമാകാവുന്നതുമാണ്. ഇനിയൊരു മൾട്ടിപ്പിൾ ടെക്സ്റ്റേഴ്സിനെ ഈ വുഡൻ ഫ്ലോറിലേക്ക് ആഡ് ചെയ്യുന്നതിനായി മാപ്സിൽ നിന്ന് കൊറോണ മൾട്ടിമാപ്പ് ആക്സസ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഈ ഒരു കൊറോണ മൾട്ടിമാപ്പ് കൊറോണ ഫിസിക്കൽ മെറ്റീരിയലിന്റെ ബേസ് കളറിലേക്ക് കണക്ട് ചെയ്യാം. ഇനിയൊരു മാപ്പിന്റെ റിസൾട്ട് ഇന്ററാക്റ്റീവ് റെൻഡറിംഗിലൂടെ നമുക്ക് ചെക്ക് ചെയ്യാം. ഇവിടെ ഇന്ററാക്റ്റീവ് റെൻഡറിംഗിൽ നമുക്ക് ഈ ഒരു ഫ്ലോർ കാണാവുന്നതാണ്. കൊറോണ മൾട്ടിമാപ്പിലുള്ള ഒരു സിംഗിൾ കളറാണ് ഇവിടെ ഡിസ്ട്രിബ്യൂട്ട് ആയിരിക്കുന്നത്. ഇനി ഇതിനെ റാൻഡമൈസ് ചെയ്യുന്നതിനായി കൊറോണ മൾട്ടിമാപ്പ് ടെക്സ്റ്റ് മാപ്പിൽ ഇതിന്റെ പാരാമീറ്ററിൽ റാൻഡമൈസ് ബൈ എന്ന ഈ ഒരു ഓപ്ഷൻ ഇവിടെ കാണാവുന്നതാണ്. ഇവിടെ മെഷ് എലമെന്റ് എന്ന ഈ ഒരു ഓപ്ഷൻ ഇവിടെ കാണാം. നമുക്കിത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ആക്റ്റീവ് ചെയ്യാം. ഞാൻ ഇത് ക്ലിക്ക് ചെയ്ത് ആക്റ്റീവ് ചെയ്തപ്പോൾ ഇവിടെ കാണുന്ന ഈ ഒരു 6 കളേഴ്സ് റാൻഡമായി ഈ ഒരു ഷെവറോൺ പാറ്റേണിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ആയിരിക്കുകയാണ്. ഇനി ഇവിടെ കാണുന്ന ഈ കളേഴ്സിന് പകരം നമ്മൾ ടെക്സ്റ്റേഴ്സ് ആണ് ഇതിലേക്ക് ലോഡ് ചെയ്യേണ്ടതെങ്കിൽ ബാച്ച് ലോഡ് ടെക്സ്റ്റേഴ്സ് എന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ഈ ഒരു ടെക്സ്റ്റേഴ്സിനെ ഇതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഈ ഒരു പ്ലാങ്ക്സ് ആണ് ഞാൻ ഇതിൽ യൂസ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ബാച്ച് ലോഡ് ടെക്സ്റ്റേഴ്സ് എന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ഈ ടെക്സ്റ്റേഴ്സ് ഇതിൽ ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. ഈ ടെക്സ്റ്റേഴ്സിനെ സെലക്ട് ചെയ്തുകൊണ്ട് ഇതിൽ ഓപ്പൺ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ഈ കൊറോണ മൾട്ടിമാപ്പിൽ ഈ കളേഴ്സിലെല്ലാം നമ്മൾ സെലക്ട് ചെയ്ത മാപ്സ് ഇവിടെ ആഡ് ആയിരിക്കുകയാണ്. നമുക്കിതിൻ്റെ റിസൾട്ട് ഇവിടെ കാണാവുന്നതാണ്. ഇതിൽ ഹ്യൂ, സാച്ചുറേഷൻ, ഗാമ തുടങ്ങിയ ഓപ്ഷൻസ് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ഇവിടെ നിന്ന് സെറ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ ഇതിൽ സാച്ചുറേഷൻ ആഡ് ചെയ്തിരിക്കുകയാണ്. ആ ചേഞ്ചസ് നമുക്കിവിടെ കാണാവുന്നതാണ്. ഇതുപോലെ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ സാച്ചുറേഷൻ, ഗാമ, ഹ്യൂ തുടങ്ങിയവ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. നമ്മളിവിടെ ആഡ് ചെയ്യുന്നതിനനുസരിച്ച് ഈ ചേഞ്ചസ് ഇവിടെ കാണാവുന്നതാണ്. ഞാനിവിടെ 2% സാച്ചുറേഷൻ മാത്രമാണ് ആഡ് ചെയ്യുന്നത്. ഇനി ഒരു സീഡ് എന്ന ഓപ്ഷനിൽ നമ്പേഴ്സ് ടൈപ്പ് ചെയ്തുകൊണ്ട് ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ചേഞ്ച് ചെയ്യാവുന്നതാണ്. നമ്മൾ ആഡ് ചെയ്യുന്ന ടെക്സ്റ്റേഴ്സിൻ്റെ കൗണ്ട് അനുസരിച്ച് ഈ ഒരു ഐറ്റം കൗണ്ടിൽ ഓട്ടോമാറ്റിക്കായി വാല്യൂസ് ചേഞ്ച് ആവുന്നതാണ്. ഈ ടെക്സ്റ്റേഴ്സിൽ നോർമൽ മാപ്സ്, റഫ്നെസ് മാപ്സ് തുടങ്ങിയ ഇതിൽ അവൈലബിൾ ആണ്. നമുക്ക് ഈ ഒരു മാപ്സിനെയും ഇതിൽ ആഡ് ചെയ്യുന്നതിനായി ഈ ഒരു സെയിം കൊറോണ മൾട്ടിമാപ്പ് യൂസ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഈ ഒരു ബാച്ച് ലോഡ് ടെക്സ്റ്റേഴ്സ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതിൽ നിന്ന് റഫ്നെസ് മാപ്സിനെ സെലക്ട് ചെയ്ത് ഓപ്പൺ ചെയ്യാം. നമ്മുടെ ഈ ഒരു ടെക്സ്റ്റേഴ്സ് ഇതിൽ ലോഡ് ആയിരിക്കുകയാണ്. ഇനി ഈ ഒരു ടെക്സ്റ്റേഴ്സിനെ ബേസ് റഫ്നെസ് എന്ന ഈ ഒരു ഓപ്ഷനിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. റഫ്നെസ് മാപ്പ് ആഡ് ചെയ്തപ്പോൾ ഈ ഒരു ഫ്ലോറിലുണ്ടായ ചേഞ്ചസ് ഇവിടെ കാണാവുന്നതാണ്. ഇനി നോർമൽ മാപ്പ് ആഡ് ചെയ്യുന്നതിനായി കൊറോണ മൾട്ടിമാപ്പ് ക്രിയേറ്റ് ചെയ്യാം. ഇതിൽ ബാച്ച് ലോഡ് ടെക്സ്റ്റേഴ്സ് എന്ന ഓപ്ഷനിൽ നിന്ന് ഈ ഒരു നോർമൽ മാപ്സിനെ സെലക്ട് ചെയ്ത് ഓപ്പൺ ചെയ്യാം. ഈ ഒരു മാപ്സ് ഇവിടെ ലഭിച്ചിരിക്കുകയാണ്. ഇനി ഒരു മാപ്പിനെ ബേസ് ബമ്പിലേക്ക് കണക്ട് ചെയ്യുന്നതിനായി ഈ ഒരു കൊറോണ മൾട്ടിമാപ്പിൽ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കൊറോണ നോർമൽ എന്ന മാപ്പ് സെലക്ട് ചെയ്യാവുന്നതാണ്. ഈ ഒരു കൊറോണ മൾട്ടിമാപ്പിനെ നോർമൽ എന്ന നോഡിലേക്കാണ് കണക്ട് ചെയ്യേണ്ടത്. അതിനുശേഷം ഈ ഒരു കൊറോണ നോർമൽ
ബേസ് ബമ്പിലേക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. വളരെ റിയലിസ്റ്റിക് ആയ ഈ ഒരു ഷെവറോൺ ഫ്ലോർ ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതുപോലെ ഫ്ലോർ ജനറേറ്റർ യൂസ് ചെയ്തുകൊണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഏതൊരു ഫ്ലോറിലേക്കും ഈ ഒരു കൊറോണ മൾട്ടിമാപ്പ് യൂസ് ചെയ്തുകൊണ്ട് മൾട്ടിപ്പിൾ ടെക്സ്റ്റേഴ്സിനെ റാൻഡമൈസ് ചെയ്ത് പ്ലാങ്ക്സിലേക്ക് പ്ലേസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇത്രയാണ് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താനായി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക.